ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മളിന്ന് ഒരു ഇന്ത്യയിലെ വിഷയമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ ഇന്റർനാഷണൽ എടുക്കാതെ കുറച്ച് ഇന്ത്യൻ സബ്ജക്റ്റ് കൂടെ എടുക്കണമെന്ന്. അപ്പോൾ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിലും 2019 തോന്നുന്നു എനിക്ക് പൗരത്വ ഭേദഗതി നിയമം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത്. NRCയും പിന്നെ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമവും വന്നപ്പോൾ പല ആൾക്കാരും പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ NRC എന്ന് പറയുന്നത് പൗരത്വ രജിസ്റ്റർ ആണ്. ആ രജിസ്റ്റർ ഒന്നും ഇന്ത്യയിൽ സമ്പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹിമന്ത് ബിശ്വ ശർമ്മ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞത് ഇത് നിങ്ങളെ ഉദ്ദേശിച്ചല്ല, ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്. കാരണം ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും പിന്നെ ചില സംസ്ഥാനങ്ങളൊക്കെ ഈ റോഹിംഗ്യൻസ്, ഈ ബംഗാളികൾ എന്ന് പറഞ്ഞ പേരിൽ ബംഗ്ലാദേശികളൊക്കെ കയറി കൂടിയിട്ടുണ്ട്, അവരെ ഉദ്ദേശിച്ചാണെന്ന് പറയുന്നു. വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടായി. പക്ഷെ അതൊന്നും കണക്കാക്കാതെ നമ്മുടെ സർക്കാർ മുന്നോട്ട് പോയി. ഷഹീൻ ബാഗിലൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടായി. കോവിഡ് വന്നു. അങ്ങനെ കോവിഡ് വന്നപ്പോൾ അവിടെയുള്ള താത്തമാരൊക്കെ പൊടി തട്ടി എണിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇത് നടപ്പിലാക്കി, ഇത് പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഒരു ബുദ്ധി പ്രയോഗിച്ചു. ബുദ്ധി എന്ന് ഞാൻ പറയുന്നില്ല, അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം ഈ വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്ത ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ളൊരു നീക്കം അവിടെ നടത്തി ഇലക്ഷൻ കമ്മീഷൻ. അങ്ങനെ നടത്തിയ നീക്കത്തിൽ അപ്പോൾ ഞാൻ ബിജുചേട്ടനോട് ഒരു ചർച്ചയിൽ ഞാൻ ചോദിച്ചിരുന്നു, എങ്ങനെയായിരിക്കും ഇത് നടപ്പിലാക്കുക? കാരണം ഇത്രയും ലക്ഷം ആൾക്കാരുടെ ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് അവരുടെ വീട്ടിന്റെ നടയിൽ പോയിട്ട് ഇവർ ഇന്ത്യൻ പൗരന്മാരാണ്, വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട് എന്നിങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു ഹെക്ടിക് പ്രോസസ്സാണ്. അപ്പോ പക്ഷെ അങ്ങനെ തന്നെ സംഭവിച്ചു. കാരണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ ആൾക്കാരുടെ വീട്ടിന്റെ ഫ്രണ്ടിലും പോയിട്ട് അവരുടെ വോട്ടർ ID പരിശോധിച്ച് കൃത്യമായിട്ട് അവരുടെ വോട്ടർ ലിസ്റ്റിലുണ്ടെന്ന് ഉറപ്പുവരുത്തി. അങ്ങനെ ഉറപ്പുവരുത്തിയപ്പോൾ ഇവ ബീഹാറിലാണ് ഇത് നടക്കുന്നത്. 5 സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഉടനെ തന്നെ ഇത് കേരളത്തിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അന്ന് കേരളത്തിൽ ഇവിടെ ഒളിച്ചിരിക്കുന്ന പരേതാത്മാക്കളും ഇവിടെയുള്ള നമ്മുടെ കുറെ സംഭവങ്ങളൊക്കെ പുറത്തു ചാടും. അപ്പോ ഈ ബീഹാറിൽ നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. 55 ലക്ഷം പേരാണ് വോട്ടർ ലിസ്റ്റിൽ ഇല്ലാതെ അതിനകത്ത് വ്യാജമായിട്ട് പേര് ചേർത്തിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം മരിച്ച ആൾക്കാരുണ്ട്. വേറെ ഭൂരിഭാഗം ആൾക്കാരെന്ന് പറയുന്നത് ഇന്നലെ സുപ്രീം കോടതി കണ്ടെത്തിയത് 11,000 റോഹിംഗ്യൻസും ബംഗ്ലാദേശികളും ഇതിനകത്തുണ്ടെന്നാണ്. 11,000. അത് സുപ്രീം കോടതി കണക്കെടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിന്റെ പ്രാഥമിക ഘട്ടമായിട്ടേ ഉള്ളൂ. 11,000 പേര് പുറത്തുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പൊ തന്നെ മമതാ ബാനർജി വലിയ രീതിയിലുള്ള ഒരു അസ്വസ്ഥതയൊക്കെ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. മമതാ ബാനർജി അറിയാലോ, മമതാ ബാനർജി ചില സമയത്ത് നമുക്ക് അരപ്പിരി ലൂസാണെന്നൊക്കെ തോന്നും എവിടെയെങ്കിലും ഒക്കെ. അങ്ങനെയാണ് മമതാ ബാനർജി ചില പ്രതിഷേധങ്ങളൊക്കെ നയിക്കുന്നത്. ഈ ആർജിക്കർ ഹോസ്പിറ്റലിലെ കേസൊക്കെ വന്നപ്പോൾ മമതാ ബാനർജി സ്വന്തം സർക്കാരിന്റെ ഫെയിലിയർ ആണ്. അത് ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് അതിന്റെ പ്രതി. അവിടെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ വിദ്യാർത്ഥികളുടെ അടുത്ത് വന്ന് അവരുടെ കൂടെ ചേർന്ന് പ്രതിഷേധിക്കാനിരിക്കുന്നു. എന്തൊരു 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 വിരോധാഭാസമാണെന്ന് നോക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം വലിയ രീതിയിലുള്ള പ്രതിഷേധം മമതാ ബാനർജി അടക്കം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് കേരളമാണ്, ഇവിടെ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് സാധാരണ ഇതെല്ലാം ഫസ്റ്റ് നടപ്പാക്കുന്നത് കേരളമാകാനാണ്. അതാണ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ഈ ഒരു സംഭവം ചുവട് പിടിച്ച് ഇപ്പോ പൗരത്വ രജിസ്റ്റർ അവിടെ നടപ്പിലാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സത്യമാണോ? ഇത് നമ്മുടെ ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സിനെ എങ്ങനെ ബാധിക്കാനാണ് പോകുന്നത്? നമ്മുടെ ലോകത്തെമ്പാടും എല്ലാ രാജ്യങ്ങളിലും ഒരു പൗരത്വ രജിസ്റ്റർ ഉണ്ട്. അതായത് ആ രാജ്യത്തെ പൗരന്മാരുടെ എല്ലാ ഡീറ്റെയിൽസുകളും അടങ്ങിയ പൗരത്വ രജിസ്റ്റർ. നമ്മളുടെ രാജ്യത്ത് അങ്ങനെ ഒരു പൗരത്വ രജിസ്റ്റർ ഇല്ല എന്നുള്ളതാണ് വളരെ കൗതുകരം. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ സർക്കാരുകൾ, സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഒക്കെ തന്നെ കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ പൗരന്മാർക്ക് വേണ്ടി മുടക്കുന്നത്. ചികിത്സയുടെ കാര്യമായാലും ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജിൽ ചെല്ലുന്നു, സർക്കാരാണ് അവിടെ ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കുന്നത്, നമുക്ക് മരുന്നുകൾ തരുന്നത് എല്ലാം സർക്കാരിൻ്റെയാണ്. അപ്പം അത് നൽകുന്നു, റേഷൻ നൽകുന്നു, ഒപ്പം തന്നെ നമുക്ക് സഞ്ചരിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കും, നമ്മൾ ടാക്സ് കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ശരിയാണ്, ഈ ടാക്സ് കൊടുക്കുന്നത് എല്ലാവരും കൊടുക്കുന്ന ടാക്സ് വിവിധ തരത്തിലുള്ള ടാക്സ് ആയിരിക്കും. ഒരു പണക്കാരൻ കൊടുക്കുന്ന ടാക്സ് സാധാരണപ്പെട്ടവൻ കൊടുക്കുന്നില്ല. ടാക്സ് കൊടുക്കാത്ത ജനവുമുണ്ട്. അവരാകെ കൊടുക്കുന്നത് കെട്ടിട നികുതിയോ ഇല്ലെങ്കിൽ സ്ഥലത്തിന്റെ നികുതിയോ ആയിരിക്കാം. അപ്പോ ഇങ്ങനെ കൊടുക്കുന്നത് നികുതി തന്നെയാണ്, എല്ലാവരും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് എടുത്തിട്ട് അത് ഈ രീതിയിലാണ് ചെലവഴിക്കുന്നത്. അപ്പൊ നമ്മുടെ നികുതിപ്പണം വേറൊരു രാജ്യക്കാരൻ വന്ന് കൊണ്ടുപോകുന്നത് നമുക്ക് ഇഷ്ടപ്പെടുവോ? സ്വാഭാവികമല്ലേ? അതായത് ഇപ്പൊ അമേരിക്കയിൽ അവരെന്താണ് ഈ കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിന് പ്രധാന കാരണം തന്നെ അമേരിക്കയെ സംബന്ധിച്ച്
അവരുടെ ഇപ്പോൾ അവർ വലിയ ക്രൈസിസ് നേരിടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അവിടുത്തെ ആളുകൾക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പണമുടക്ക് അവരുടെ സർക്കാർ നടത്തുന്നുണ്ട്, അവരുടെ ആരോഗ്യ പരിപാലനത്തിനും ആശുപത്രി ചെലവിനും വേണ്ടിയൊക്കെ. പക്ഷെ ഇതിനുള്ള ഇൻകം കിട്ടുന്നില്ല. അപ്പോഴെന്താണ് പിന്നെ നമുക്ക് നോക്കാനുള്ളത്? ഈ പുറത്തുനിന്ന് വന്ന അനധികൃത കുടിയേറ്റക്കാരനെ അവരെ പുറത്താക്കി അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ. അതാണ് സ്വാഭാവികമായ ഒരു ചോദ്യം. നമുക്ക് കിട്ടേണ്ട റേഷൻ, നമുക്ക് കിട്ടേണ്ട ഗ്യാസ്, നമുക്ക് കിട്ടേണ്ട മരുന്ന്, നമുക്ക് കിട്ടേണ്ട സബ്സിഡികൾ, നമുക്ക് കിട്ടേണ്ട ലോണുകൾ, നമുക്ക് കിട്ടേണ്ട കിസാൻ സമ്മാനം, നമ്മുടെ സ്ത്രീകൾ പ്രസവിച്ചാൽ കിട്ടുന്ന 6000, ഇതൊക്കെ റോഹിംഗ്യകളും ബംഗ്ലാദേശികൾക്കും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആ തുക ഉം. കൂടെ ഉണ്ടെങ്കിൽ അത് അവരെ കൂടെ നമ്മൾ ഇതിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ തുക കൂടെ നമ്മുടെ പൗരന്മാർക്ക് മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാൻ കഴിയില്ലേ? ഇതൊരു ന്യായമായ ചോദ്യമാണ്. അതുകൊണ്ടാണ് ഉം. എല്ലാ രാജ്യത്തും ഇതുള്ളത്. പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന കൂട്ടത്തിൽ തന്നെ ഇത് കൊണ്ടുവന്നിരുന്നു. ധനുഷിന് ഓർമ്മ കാണും, പ്രേക്ഷകർക്കും ഓർമ്മ കാണും. ഈ പൗരത്വ ഭേദഗതി സമരം ആദ്യം നടന്നത് ആസാമിലാണ്. ആസാമിൽ അത് അതെ. ഭയങ്കര കലാപമായി മാറി. അന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു അസാമിൽ കണ്ടില്ലേ കത്തുന്നെന്ന്. എന്നാൽ അസാമിലെ സമരം അതിനല്ലായിരുന്നു. അസാമിൽ അവർ പറഞ്ഞത് 1971 ശേഷം വന്ന ഒരാള് പോലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല, ഞങ്ങൾ ഉം. അസാമികൾ ഉം. മാത്രം മതി. അതായത് ഉം. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി, അവിടെ പിന്നെ മുസ്ലിംസ് മാത്രമല്ല കുടിയേറിയത്, ഈ ബംഗാളി ഉം. ഹിന്ദുക്കളും ഉണ്ട് കേട്ടോ, വലിയ വിഭാഗം. അങ്ങനെ ഉം. വേണ്ട എന്നാണ് അവരുടെ പഴയ സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്തത്. അവർ പറഞ്ഞ പൗരത്വ ഭേദഗതി വന്നിട്ട് ഇവിടെ ആരും കുടിയിരുത്താനൊന്നല്ല, കുടിയിരുത്താനല്ലായിരുന്നു അവരന്ന് സമരം ചെയ്ത്, കുടിയിറക്കാനായിരുന്നു അവരന്ന് സമരം ചെയ്തത്. കാരണം അവർക്ക് പൗരത്വ ഭേദഗതി നിയമമല്ല, അവർക്ക് NRC നടപ്പാക്കണം. അവിടെ ഈ കുടിയേറ്റക്കാരായ 25 MLA-മാരുണ്ടായിരുന്നു ആസാം നിയമസഭയിൽ. അതായത് ഇവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളാണ് വന്നു കയറിയവർ, വിരുന്ന് വന്നവർ വീട്ടുകാരായി മാറിയപ്പോൾ അവിടുത്തെ തദ്ദേശീയരായ മുസ്ലിങ്ങൾക്കും മറ്റു ഹിന്ദുക്കൾക്കും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവർക്കാണ് കിട്ടുന്നത്. കാരണം SC ST കോട്ടയുണ്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിന് കോട്ടയുണ്ടെന്ന് പറയുമ്പോൾ ഈ ഇവിടെ നാട്ടിൽ ജനിച്ചു വളർന്നവനല്ല കിട്ടുന്നത്, വന്നു കയറിയവനാണ് കിട്ടുന്നത്, പിന്നോക്കക്കാരനാണെന്ന് പറഞ്ഞു. ഇത് ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ഒരു രാജ്യവും അത് അംഗീകരിക്കില്ല, ഒരു പൗരനും അംഗീകരിക്കില്ല. ഇതാണ് ഇതിന്റെ സിമ്പിൾ. ആരെന്തൊക്കെ പറഞ്ഞ് ചർച്ച നടത്തിയാലും ആരെന്തൊക്കെ വെള്ള പൂശിയാലും, ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുടുംബനാഥൻ അല്ലെങ്കിൽ ആ കുടുംബം സമ്പാദിക്കുന്ന പണം അടുത്ത വീട്ടിൽ നിന്ന് വന്ന ഒരാള് കൂടെ അതിന് അവർക്കും ചെലവഴിക്കണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്ക് വിശാല മനസ്സൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാതെ അവർക്കൂടെ കൊടുക്കണമെന്ന് പറയാനുള്ള വിശാല മനസ്കൊന്നും ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചാനലിൽ ഇരുന്ന് തള്ളുന്ന പോലെ അല്ലല്ലോ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ. അപ്പം ഇതിനെക്കുറിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പല മുഖ്യധാരാ ചാനലുകളും ചർച്ച നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ റിയാലിറ്റി ജനം എന്താണെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. നമുക്കിനി കാര്യത്തിലേക്ക് കടന്നു വരാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 3ാമത്തെ സംസ്ഥാനമാണ് നമ്മുടെ ബീഹാർ. ഏതാണ്ട് 13 കോടി അടുത്ത് വരും ജനസംഖ്യ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഈ പിന്നെ ബീഹാറിൽ മാത്രം റോഹിംഗ്യകളും അനധികൃത മുസ്ലിംസും അനവധിയാണ്. ഇപ്പോൾ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്നു. 2009 നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് ലാസ്റ്റ് പുതുക്കുന്നു. സ്വാഭാവികമാണ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കേണ്ടതായിട്ടൊരു ആവശ്യകതയുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുമ്പോൾ ഇത്തവണ കുറച്ച് കർശനമായിരുന്നു. ധനുഷ് ചോദിച്ചോണെങ്കിൽ ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു ഇത് സിമ്പിളാണ് കാര്യം. കാരണം ഈ അതെ. വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇത്തവണ നമ്മൾ രാഷ്ട്രീയക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇപ്പൊ ഈ തെരുവിലൊക്കെ സമരം ചെയ്യുന്നുണ്ടല്ലോ രാഹുൽ ഗാന്ധി, BJP-ക്കാരും പ്രശ്നമാണ്. ബീഹാറിലെ BJP-ക്കാർ ഇതിനെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഉം. ലല്ലുവിന്റെ പാർട്ടിയുണ്ട്, RJD-ക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാവരും പ്രശ്നം. പക്ഷെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരെല്ലാം അവരുടെ 1.5 ലക്ഷം പ്രവർത്തകർ ഇതിന് വിട്ടുകൊടുത്തിരിക്കുക. ഈ ബൂത്ത് ഏജന്റുമാരുണ്ടല്ലോ ഓരോ പാർട്ടിക്കും, ഓരോ ബൂത്തിലും, ഓരോ പാർട്ടിയുടെ ബൂത്ത് ഏജന്റുമാരെ ഇവരുടെ കൂടെ, ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ വിട്ടിരിക്കുകയാണ്. കാരണം ഈ ബൂത്ത് ഏജന്റുമാര് ചെന്നിട്ടാണ് ഇത് പറയുന്നത്, ഇത് ഇന്നാണ് എന്ന്. അവിടെ എങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ ആദ്യം ശ്രമിച്ചത്? ഈ കഴിഞ്ഞ തവണ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളവർ, അവർക്ക് കുഴപ്പമില്ല, പക്ഷെ അവരുടെ ഏതെങ്കിലും ഒരു രക്ഷകർത്താവിന്റെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടാകണം. അച്ഛന്റെയോ അമ്മയുടെ പേരോ ഉണ്ടായാലും മതി, അച്ഛന്റെ പേരുണ്ടായാലും മതി, ആരുടെങ്കിലും ഒരാളുടെ പേരെങ്കിലും ഉണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് വേറെ ഫോമിന്റെ ആവശ്യമില്ല. രണ്ടാമത്തേത്, അതിന് മുമ്പുള്ളവർ ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അത് അത് 2004 ശേഷം ജനിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. അതും ഉം. ഹാജരാക്കാമല്ലോ ഇവിടെ പഠിച്ചവരാണെങ്കിൽ. കാരണം അവർ ഇതിനു മുമ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൽ അവിടെ ഇവരുടെ രക്ഷകർത്താവിന്റെ പേരില്ലെങ്കിൽ ഇത് ഹാജരാക്കണം. മൂന്നാമത് പറയുന്നത്, നമ്മളുടെ രക്ഷകർത്താവിന്റെ ഏതെങ്കിലും ഒരു പേര് ഹാജരാക്കുക. ഒന്ന്, പേരല്ല, അവരുടെ ഡീറ്റെയിൽസ് അവരുടെ ഹാജരാക്കുക. ഇത് എല്ലാവരും ചോദിക്കുന്നത് എവിടുന്ന് കിട്ടുമെന്ന് വെച്ചാൽ, വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ സ്ഥിരതാമസക്കാരനാണോ, നമ്മളുടെ ഡീറ്റെയിൽസ് ഫുള്ള് ഓരോ വില്ലേജിലും കിട്ടും. വില്ലേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ആ വില്ലേജുകാരനല്ല, ആ നാട്ടുകാരനല്ല. അതെ. സിമ്പിൾ അല്ലേ കാര്യം? ഞാൻ എന്റെ വില്ലേജിൽ ചെന്നിട്ട് ഞാൻ ഇവിടെ സ്ഥിരമായി താമസിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് തരണം എന്ന് വില്ലേജ് ഓഫീസറോട് ചോദിച്ചാൽ വില്ലേജ് ഓഫീസർ പറയും വെയിറ്റ് ചെയ്യൂ. ഇപ്പോഴെനിക്കറിയില്ല, ഇപ്പൊ ഈ കമ്പ്യൂട്ടർ വന്നതുകൊണ്ട് അധിക സമയം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. പണ്ടൊക്കെയാണ് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറയും. കാരണം ഇദ്ദേഹത്തിന് ഇത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, രജിസ്റ്റർ ഒക്കെ എടുത്തിട്ട്. അന്വേഷിച്ചിട്ട് അദ്ദേഹം എഴുതി കഴിയും ഇത് ഇവിടെ ഇവർ സ്ഥിരതാമസക്കാരാണ് എന്നുള്ളത് അദ്ദേഹം രേഖപ്പെടുത്തി തരും. ഇപ്പം അങ്ങനെ രേഖപ്പെടുത്തിയാലും മതി. അങ്ങനെ രേഖപ്പെടുത്താൻ കഴിയുന്നില്ല. അങ്ങനെ വന്നപ്പോൾ എത്ര പേര് പുറത്തായി? 52
3 ലക്ഷം, ഏതാണ്ട് അരക്കോടിക്ക് മേൽ പുറത്തായിരിക്കുന്നു ബീഹാറിൽ നിന്ന്. അതിൽ ഞെട്ടിപ്പിക്കുന്ന കണക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ലക്ഷം പേര് മരിച്ചവരുണ്ടായിരുന്നു. നമ്മളൊക്കെ നമ്മുടെ പിതൃക്കൾക്ക് പിന്നെ അന്നം കൊടുക്കുന്ന വാവിനാണ്. പക്ഷെ ഈ നമ്മുടെ കേരളത്തിൽ പോലും പല ബൂത്തുകളിലും ഇലക്ഷൻ ടൈമിലാണ് പിതൃക്കളെ കാണാനായിട്ട് നമ്മൾ ചെല്ലുന്നത്. കാരണം നമ്മുടെ പിതൃക്കൾ അവിടെ വോട്ട് ചെയ്ത് പോയിട്ടുണ്ടാകും. അതേപോലെ 18 ലക്ഷം പേര് ബീഹാർ വോട്ട് ചെയ്തിരിക്കുന്നു. 18 ലക്ഷം പേര്. അതിൽ 26 ലക്ഷം പേര് വിവിധ മണ്ഡലങ്ങളിലാണ് താമസിക്കുന്നത്. ഇനി ഇതിനകത്ത് 7 ലക്ഷം പേർക്ക് ഡബിൾ വോട്ടും ട്രിപ്പിൾ വോട്ടും ഉണ്ട്. നമുക്കറിയാം നമ്മുടെ കേരളത്തില് ശ്രീ അടൂർ പ്രകാശ് മത്സരിച്ച ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം ആദ്യം നിയമസഭയിലേക്ക് മത്സരിക്കാൻ വന്ന പാർലമെന്റിലേക്കാണ് അദ്ദേഹം മത്സരിക്കുന്നത്. MP ആയിട്ട് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ വന്നപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ഡബിളിംഗ് ആണ് മാറ്റിയത്. ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം വോട്ട് ഈ ആറ്റിങ്ങലിൽ നിന്ന് തന്നെ അദ്ദേഹം ഡബിളിംഗ് മാത്രമാണ് മാറ്റിയത്. ഞാൻ ഈ പറയുന്നത് ഇലീഗൽ അല്ലത്, ഡബിളിംഗ്. അതായത് ഒരു സ്ഥലത്ത് വോട്ടുണ്ട്, രണ്ടിടത്ത്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിലാണ് കുറച്ചുകൂടെ കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്, രണ്ടിടത്ത് വോട്ടുള്ളവർ. അപ്പം ഈ 2 സ്ഥലത്ത് വോട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇത് ഈ ബോർഡറിൽ കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് കൂടുതൽ നടക്കുന്നത്. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇടുക്കിയിലേക്ക് പോയി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വോട്ടുണ്ട്, കേരളത്തിൽ വോട്ടുണ്ട്. കാരണം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ജേർണലിസ്റ്റ് ആണ്, എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ദേവികുളത്തൊക്കെ തമിഴ്നാട്ടിൽ വോട്ടുണ്ട്, ഇവിടെ വോട്ടുണ്ട്. രണ്ടും ഒരേ ദിവസം വോട്ട് ചെയ്യുന്നത്. അവിടുന്ന് വണ്ടി വരും, അവിടെ ഈ അതിർത്തികളിൽ നിന്നിട്ട് ഈ മഷി മായ്ക്കാനുള്ള സംവിധാനമുണ്ട്. അത് മായ്ക്കുന്നു, ഇവിടെ കയറി വരുന്നു, ഇവിടെ കയറി വരുന്നു, ഇവിടെ വോട്ട് ചെയ്യുന്നു, അങ്ങോട്ട് പോകുന്നു. ഇത് തന്നെയാണ് പണി. അപ്പം അവിടെ ചിലപ്പോൾ ചെയ്യുന്നത് താമരക്കായിരിക്കും, ഇവിടെ ചെയ്യുന്നത് അരിവാളിനായിരിക്കും. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ. അതിന്റെ പിന്നിൽ പണമുണ്ടാകാം, മദ്യമുണ്ടാകാം, പല കാര്യങ്ങളും ഉണ്ടാകാം, അവരെ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. ഏതായാലും ഇതൊരു വലിയ പ്രക്രിയയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ കണക്ക് പുറത്തു വരുമ്പോൾ ഏതാണ്ട് ഒരു അരക്കോടി പേര്, ഏതാണ്ട് 53.3 നമ്മൾ പറയുമ്പോൾ കുറച്ച് പേരെയൊക്കെ ഈ ഡബിളിംഗ് ഉള്ളവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് 45-50 ലക്ഷം പേര്, ഏതാണ്ട് അരക്കോടി പേര്. അവിടുത്തെ ടോട്ടൽ വോട്ടർമാർ എന്ന് പറഞ്ഞാൽ 7.5 കോടി ജനമാണ് അവിടെ വോട്ടർമാരുടെ എണ്ണം. അതിലൊരു അരക്കോടി പേർക്ക് വോട്ടില്ല. അപ്പൊ ഈ വോട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരു രാജ്യത്തിന്റെ പൗരന് ആ രാജ്യത്തിന്റെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടായിരിക്കും? അവൻ ആ രാജ്യത്തെ പൗരനല്ലാത്തത് കൊണ്ടാകും. ഒന്നുകിൽ അവനോട് ജീവിച്ചിരിപ്പില്ല, ഇല്ലെങ്കിൽ അവിടുത്തെ പൗരനല്ല. സിമ്പിൾ ആണ് ആ കാര്യം, ലോജിക്ക് സിമ്പിൾ ആണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി മുമ്പ് മഹാരാഷ്ട്രയിൽ ഇത് കണക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ബംഗ്ലാദേശികളായിട്ട് ഒരു 6 പേരെ പിടിച്ചു. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവർ കോടതിയിൽ ഹാജരാക്കിയത് ആധാർ രേഖയായിരുന്നു. കോടതി പറഞ്ഞ ആധാർ പൗരത്വത്തിന്റെ അടിസ്ഥാനമല്ല. ആധാറോ വോട്ടേഴ്സ് ലിസ്റ്റോ പൗരത്വ ഇതായിട്ട് കണക്ക് കൂട്ടാനേ പറ്റില്ല. നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ ഡീറ്റെയിൽസ് കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് രക്ഷകർത്താക്കളുടെ ഡീറ്റെയിൽസ് ഇല്ലായിരുന്നു. അവരെ പിടിച്ച് ജയിലിലിട്ടു, നാട് കടത്തി. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് എന്താണ്? ഒരു സംസ്ഥാനത്തിന്റെ പൗരത്വം നോക്കാനുള്ള ഉത്തരവാദിത്വം ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനാണ്, പൗരനാണോ അല്ലേ എന്നുള്ളത്. അതിനകത്ത് ഇടപെടാൻ കഴിയില്ല ആർക്കും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതി കുറച്ചു നാൾക്ക് മുമ്പ് എന്താണ് പറഞ്ഞത്? ഈ റോഹിംഗ്യകളെ മറ്റുമൊക്കെ നിങ്ങൾ ജയിലിൽ പിടിച്ചിട്ട് തീറ്റിപ്പോറ്റാതെ അവരെ എത്രയും പെട്ടെന്ന് നാട് കടത്തൂ എന്നാണ് പറഞ്ഞത്. അതിനകത്ത് കൃത്യമായി തന്നെ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അതായത് ഈ കുടിയേറി ഇവിടെ നിൽക്കുന്നവർക്ക് അവർ പൗരന്മാരല്ല, അവരെ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു, പുറത്താക്കൂ. ആസാം സർക്കാരിനോടാണ് ആദ്യം തന്നെ പറഞ്ഞത്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ പേര് തടങ്കൽപ്പാളയത്തിലുള്ളത്. അവർ പുറത്താക്കൂ, നിങ്ങൾ എന്തിനാണ് ഇവരെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. കാരണം പുറത്താക്കണമെന്ന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഒരു വോട്ട് നഷ്ടപ്പെടുക എന്നുള്ളതല്ല, അവർക്ക് വേണ്ടിയിട്ട് ഈ രാജ്യം, ഈ പറയുന്ന 50 ലക്ഷം പേർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ, ഇൻഷുറൻസ്, അവരുടെ റേഷൻ അടക്കം എല്ലാ ഫെസിലിറ്റികളും ഈ രാജ്യത്തിന്റെ നികുതി കൊടുക്കുന്നവന്റെ പണം കൊണ്ടാണ് കൊടുക്കുന്നതെന്ന് ആലോചിക്കണം. വേറൊരു രാജ്യത്ത് ജനിച്ചു വളർന്ന്, ഒരുപക്ഷെ നമ്മുടെ ശത്രു രാജ്യത്ത് നിന്ന് ജനിച്ചു വളർന്ന് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗത്തിന്റെയാണ് ഈ വോട്ടുകൾ പോകുന്നത് എന്നാണ്. ഇതുകൊണ്ടാണ് ഇവിടെ ചിലർക്ക് ചൊറിച്ചിൽ വരുന്നത്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളൊന്നും വലിയ രീതിയിൽ ഇതിനെ എതിർക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് എതിർക്കാൻ പറ്റില്ല. കാരണം തെളിവ് മുമ്പിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കരട് വോട്ടർ പട്ടികയാണ് ഇപ്പോൾ ബീഹാർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അവർ 1 മാസം സമയം കൊടുത്തിട്ടുണ്ട്, ആഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരാം, ഇല്ല എങ്കിൽ സെപ്റ്റംബർ 30 ഞങ്ങൾ ഫൈനലൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു വോട്ടർ പട്ടിക പുറത്തുവിടും. ഇനി ഇത് ഏറ്റവും കൂടുതൽ വിഷയം, ഇപ്പൊ ഓൾറെഡി 19 ലക്ഷം പേർ ആസാമിൽ നിന്ന് പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. ആസാമിലാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരുള്ളത്, അതിർത്തിയുമായി പങ്കിടുന്ന സ്ഥലമാണ്. 19 ലക്ഷം പേര് പുറത്തേക്ക്. അവിടെ NRC ആണ് നടപ്പാക്കുന്നത് ആസാമിൽ. വോട്ടർ പട്ടിക രണ്ടാമത് വന്നപ്പോഴത്തേനും 19 ലക്ഷം പേര് പോയി. അവർക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് അവരെങ്ങനെ വെളിപ്പെടുത്താനായി? ഇപ്പൊ അവർക്ക് സ്കൂളിൽ പോകാത്തവർ എന്ത് ചെയ്യുന്നു? സ്കൂളിൽ പോകാത്തവർക്ക് ഒരു അച്ഛനും അമ്മയും ഇല്ലേ? ഒരു നാടില്ലേ? പിറന്നു വീണൊരു മണ്ണില്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തപ്പാൻ എന്താ പാട്? ആർക്കാ പ്രയാസം? അങ്ങനെയാണ് ചില ചാനലുകൾ ചർച്ച നടന്നത്. ആടിനെ പട്ടിയാക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഒരു ജനിച്ചു വീണ്, ഞാൻ സ്കൂളിൽ പോയിട്ടില്ല,
ഒന്നും വേണ്ട. നിങ്ങളുടെ വീടിന്റെ എന്നെങ്കിലും ഒരു കാലത്ത് കരമടച്ചൊരു റെസീറ്റെങ്കിലും കൊണ്ടുവന്നാൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ വീടുമില്ല, വീട് പോലും ഇല്ലാത്തവൻ ഇവിടെ ഉള്ളവനല്ല എന്നുള്ളത് എന്തോ പറയുന്നത്. അല്ല, വീട് ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട്, ഇപ്പൊ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല, എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, ഞാൻ വാടക വീടിലും മറ്റുമാണ് കഴിയുന്നത്. ഓക്കെ, ശരി, എനിക്കൊരു രക്ഷകർത്താവ് എന്തായാലും ഉണ്ടാവല്ലോ, അച്ഛനും അമ്മയും ഇല്ലാതെ ഞാൻ ഉണ്ടാകത്തില്ലല്ലോ. അപ്പൊ ഇവരെവിടുത്തുകാരാണെന്ന് അറിയാൻ സിമ്പിൾ അല്ലേ? അത് ആ വില്ലേജിൽ ഇവരുടെ രേഖ ഉണ്ടാവുള്ളൂ. ഒരു രേഖയിലും ഇല്ലാത്തവൻ ഈ പൗരനുമല്ല, ഈ രാജ്യത്തിന്റെ പൗരനല്ല, രേഖയില്ലാതെ പറ്റില്ല. നമ്മുടെ ഇപ്പൊ ഈ ജനന മരണ സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ അടുത്താണ് രജിസ്റ്റർ ഒക്കെ വളരെ കർശനമാക്കി, മുമ്പ് അതില്ല എന്ന് കരുതാം. എന്നാൽ പോലും അവിടുത്തെ വില്ലേജ് ഓഫീസർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ ആൾ എവിടെയാണ് എന്താണെന്നുള്ളത്. കാരണം ആ ഉം. നാട്ടുകാർക്ക് അറിയത്തില്ലേ എവിടെയാണെന്നുള്ളത്. അപ്പം ഇതാണ് അതിന്റെ ഒരു സിമ്പിൾ. ഇത് രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിനെ എതിർത്ത് ജയിക്കാൻ കഴിയില്ല. സുപ്രീം കോടതി പോയ കേസോട്ട് ജയിക്കാനും പോകുന്നില്ല. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് പൗരത്വം തെളിയിക്കാനുള്ള രേഖകൾ ഏത് നിമിഷവും പരിശോധിക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ബീഹാറിൽ നിന്ന് മാത്രം 13 കോടിയുള്ള ബീഹാർ ഏറ്റവും കൂടുതൽ ഈ കുടിയേറ്റക്കാർ ബംഗ്ലാദേശിൽ നിന്നൊക്കെ കയറിയിട്ടുള്ളത് വെസ്റ്റ് ബംഗാളിലാണ്. അവിടെ ഏതാണ്ട് 2 കോടിക്കടുത്ത് ഇതിനൊക്കെ കുടിയേറിയവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. കണക്കെടുത്തിട്ടില്ല, അങ്ങോട്ടേക്ക് പോയിട്ടില്ല. 2 കോടി പേരുണ്ടെന്നാണ്. അവിടുത്തെ വോട്ടർമാർ എത്രയാണെന്ന് അറിയാവോ? അവിടെയും ഉണ്ട് 7.5 കോടി വോട്ടർമാർ. ബീഹാറിനൊപ്പം തന്നെയുള്ള വോട്ടർമാർ അവിടെയും ഉണ്ട്. അപ്പം ഈ ഉം. വോട്ടർമാർ 2 കോടി പേര് പോയി കഴിഞ്ഞാൽ 5.5 കോടി പേരേ ഉള്ളൂ ബംഗാളികൾ. ഇതാണ് അതിന്റെ റിയാലിറ്റി. ഈ മമത ഇവ പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട്, വലിയ രീതിയിലുള്ള സമരം തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും ഏശാൻ പോകുന്നില്ല. കേരളത്തിൽ ഓൾറെഡി ഇതിന്റെ വർക്ക് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. കാരണം കേരളത്തെ സംബന്ധിച്ച് ഈ പരേതാത്മാക്കളായിരിക്കും കൂടുതലുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതര ഉം. സംസ്ഥാന തൊഴിലാളികളൊക്കെ ഇവിടെ വന്ന് വോട്ടർ ലിസ്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളെ, അതായത് ഈ ബീഹാറിനെ പോലെയോ ഇല്ലെങ്കിൽ ബംഗാളിനെ പോലെയോ അസാമിനെ പോലെയോ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ പോലെയോ യെ പോലെയോ മഹാരാഷ്ട്രയെ പോലെയോ ഒന്നും വലിയ ഭീമമായ ഒരു എണ്ണം ആയിരിക്കില്ല, കുറവായിരിക്കുമെന്നാണ് ഞാൻ പേഴ്സണലി ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. പക്ഷെ പകരം ഈ മരിച്ചുപോയവർ ഒരുപാടുണ്ടാകും. ഡബിളിങ്ങാർ ഇതിന്റെ ഇരട്ടി കാണും. ഇപ്പം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടൂർ പ്രകാശ് ആറ്റിങ്ങിൽ മത്സരിക്കാൻ വന്നപ്പോഴാണ് അവിടുത്തെ ഒരു ഡബിളിങ്ങിന്റെ ഏകദേശ കണക്ക് കിട്ടിയത്. അതുകൊണ്ട് 1.5 ലക്ഷത്തിന് മുകളിലുണ്ടായിരുന്നു. ഈ വർഷം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇത്തവണ MP ആണല്ലോ അവിടെ. അദ്ദേഹം പറയുന്നത് ഇത്തവണയും ഉണ്ടായിരുന്നു, 70,000 പേരെ കണ്ട് ഇത്തവണയും അദ്ദേഹം പിടിച്ച് പുറത്താക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ എത്ര ഡബിളിംഗ് ഉണ്ടാവും? ഡബിളിങ് പോട്ടെ, നമുക്കത് എളുപ്പത്തിൽ നമുക്ക് നീക്കം ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ് ഡബിളിങ്. പക്ഷെ ഇവിടെ അല്ലാത്ത പൗരന്മാർ ഇന്ത്യൻ പൗരന് വേണ്ടി വോട്ട് ചെയ്യുക, അല്ലെ ഇന്ത്യക്ക് വേണ്ടി വോട്ട് ചെയ്യുക, ഈ ആനുകൂല്യം പറ്റുകയും ചെയ്യുന്നു. അതായത് ആൾമാറാട്ടം നടത്തി ഈ സ്ഥലത്ത് ജീവിക്കുക. പിന്നെ ഇതിനകത്ത് കുറെ റിസ്ക് ഫാക്ടറുകളുണ്ട്. അതായത് ആസാമിലും ബംഗാളിലും ഒക്കെ ഇത് നടപ്പാക്കുമ്പോൾ കുറെ റിസ്ക് ഫാക്ടർ ഉണ്ട്. അവിടെ ചില ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. ബംഗാളിലും ബീഹാറിലും പറഞ്ഞിരിക്കുന്ന കാര്യം, കുറഞ്ഞ പക്ഷം നിന്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഒന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, നിന്റെ അച്ഛൻ വന്നതാണെങ്കിൽ കുഴപ്പമില്ല, അമ്മ ഇവിടത്തുകാരിയാണോ? ഇനി അമ്മ വന്നു കയറിയതാണ് കുഴപ്പമില്ല, അച്ഛൻ ഇവിടുത്തുകാരനാണെന്ന് ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഉം. അതും ഉം. അല്ലെങ്കിൽ ഉം. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അതിനു മുമ്പുള്ളവർ, അതെനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേര് മാത്രമേ കാണൂ. അവരുടെ കാര്യത്തിൽ സർക്കാർ അവരെ പൗരന്മാരുടെ തന്നെയാണ് കാണുന്നത്. അതായത് എനിക്ക് തോന്നുന്നൊരു ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി ഈ ഒരു പ്രായമൊക്കെ ആയവർ 10-75 വയസ്സ് കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ സർക്കാർ അവർക്കൊരു വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് എന്താണ് ഏതാണ് രേഖയില്ല, ചിലപ്പോൾ ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തടിയപ്പാൻ പറ്റും. ഏതായാലും ബാക്കിയുള്ളവരുണ്ടല്ലോ, അതായത് ഓർമ്മയും ബോധമൊക്കെ ഉള്ളവർ, പ്രായം കൂടുതലുള്ളവർ വളരെ കുറഞ്ഞേ ഉള്ളൂ. ബാക്കിയുള്ളവരുണ്ടല്ലോ, ഉം. അവരുടെ ചോദിക്കുന്നത് ശരി, നിന്റെ അച്ഛൻ ബംഗ്ലാദേശ് ആയിക്കോട്ടെ, അമ്മ ഇവിടുത്തുകാരിയാണ്. ആ അമ്മയ്ക്കൊരു അടിസ്ഥാനം ഉണ്ടല്ലോ എവിടെയാണെന്നുള്ളത്, അമ്മ ആരാണെന്നുള്ളത്. അപ്പൊ ഇനി അമ്മയല്ല, അമ്മ പുറത്തു നിന്നാലും കുഴപ്പമില്ല, അച്ഛൻ ഇവിടുത്തുകാരനാണോ? അല്ല, ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ ആരെ എന്താണ് അവനെ നമ്മൾ പറയുന്നത്? ഏതായാലും ആകാശത്ത് വെച്ച് പ്രസവിച്ച് ഇന്ത്യയിലോട്ട് ഇടാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ കുടിയേറിയ അച്ഛനും അമ്മയ്ക്കും ഇവിടെ ജനിച്ച മകൻ, അതായത് ഈ കുടിയേറ്റക്കാരൻ തന്നെയാണത്. അത് ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഇത്തിളെന്ന് കണ്ടു, ഇത്തിളെന്ന് പറഞ്ഞൊരു ഒരു ഒരു എന്താണ് പാരസൈറ്റ്. അതിന് പറയുന്നത്, നമ്മൾ പാരസൈറ്റ്. പാരാസൈറ്റ്സ് ഉണ്ട്, പാരസെറ്റ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് അത് പരാന്ന സംഭവിക്കുന്നത്? ഭോജി. അത് ആ മാവിന്റെ പരാന്നഭോജി, അതായത് ആ മാവിൽ നിന്ന് വളം പിടിച്ചെടുത്ത് തിന്നു കൊഴുക്കുക. എന്നിട്ട് തിന്നു കൊഴുക്കുന്നതാണ് ആ പ്രശ്നം. ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ ക്രിമിനൽ സ്വഭാവങ്ങളും എല്ലാ ക്രൈംസിലും ഈ ബംഗ്ലാദേശികളും റോഹിംഗ്യകളും ഇതിനകത്തുണ്ട്. അതായത് ഈ രാജ്യം തകർക്കുന്ന എല്ലാ മതതീവ്രവാദ സംഘടനകളും ഇവരുണ്ട്, എല്ലാ മതമൗലികവാദ സംഘടനകളും ഇവരുണ്ട്. ഇവരാണ് ഇവിടെ നടത്തുന്ന സ്ഫോടനം, ഇവരാണ് ഇവിടെ നടത്തുന്ന പിന്നെ ദില്ലിയില് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം നടത്തിയപ്പോൾ എവിടേക്കാണ് ദില്ലി കലാപങ്ങൾ ഉണ്ടായില്ലേ, അനവധി കലാപങ്ങൾ. ആ അതെ അതെ. കലാപങ്ങളൊക്കെ ഇവർ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിലായിരുന്നു. ആ ചേരികളാണ് ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി ഇപ്പൊ പൊളിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഷഹീൻ ബാഗ് മാത്രമല്ല, അവിടെയുള്ള അനവധി തെരുവുകളുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇത് ശരിക്കും പിടിച്ചു കഴിഞ്ഞാണല്ലോ നമ്മുടെ പല MLA-മാരും നമ്മുടെ പല പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ കുടിയേറ്റക്കാരാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ. ആ ലിസ്റ്റിലേക്ക് ആ. നമുക്ക് പോകേണ്ടി വരും. അതൊക്കെ വരും, അതൊക്കെ പുറത്ത് വരും. ഞാൻ പറഞ്ഞില്ല, അസാമിലെ 25 MLA-മാർ അങ്ങനെ ആയിരുന്നു. ബംഗാളിലെ 6 ജില്ലകളിൽ ഈ കുടിയേറിയവന്മാർക്കാണ് ഭൂരിപക്ഷമുള്ളത്. അതായത് തദ്ദേശീയരായ മുസ്ലിങ്ങൾക്ക് ഇവരെ കുറിച്ച്
ദേഷ്യമാണ്, ഇവരുമായിട്ടുള്ള സംഘർഷമാണ്. നമ്മൾ 2 വർഷം മുമ്പ് കണ്ടത് വലിയ സംഘർഷം ഈ തൃണമൂൽ കോൺഗ്രസിനകത്ത് നടക്കുന്നു. അതിൽ 9 പേരെ ഒരു വീട്ടിലിട്ട് ചുട്ടുകൊന്നു എന്ന്. അത് കൊന്നവനും മുസ്ലിമാണ്, ചത്തവനും മുസ്ലിമാണ്. അതിന്റെ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും, തദ്ദേശീയരായ മുസ്ലിങ്ങളെ ന്യൂനപക്ഷമാക്കിക്കൊണ്ട് കടന്നു വന്ന മുസ്ലിംസ് ഇവരുടെ കൂടെയുള്ള എന്താണ് പറയുന്നത്, ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു. അതായത് ഇവിടെ ജനിച്ചു വളർന്നവന്റെ മക്കൾക്ക് സ്കോളർഷിപ്പ് ഇല്ല, മക്കൾക്ക് പഠിക്കാനുള്ള ആനുകൂല്യമില്ല. അപ്പൊ ചോദിക്കുമ്പോൾ പറയും 10 സീറ്റ് ഉണ്ടായിരുന്നു മതന്യൂനപക്ഷങ്ങൾക്ക്, അത് 10 ക്ലോസ് ആയല്ലോ. എങ്ങനെ ക്ലോസ് ആയി? അത് ഇന്ന ആൾക്കാരൊക്കെ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ആ ജോയിൻ ചെയ്തവരാരാണ്? ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവർ. അത് ഈ നാട്ടിൽ ജനിച്ചു വളർന്നവന്റെ കൊച്ചിന് സീറ്റില്ല, ഇല്ലെങ്കിൽ അതിന് പഠിക്കാൻ കഴിയുന്നില്ല. വന്നു കയറിയവൻ, അതായത് വിരുന്നുകാരൻ വീട്ടുകാരനായി മാറിയപ്പോൾ വീട്ടുകാരൻ തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ് ഈ രാജ്യത്തെ പലയിടത്തുമുള്ളത്. ഇത് ശുദ്ധീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇത് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഇനി സ്വാഭാവികമായിട്ട് തന്നെ വരുന്ന 2 കാര്യങ്ങളുണ്ട്. അതിന്റെ അപ്ഡേഷൻസ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന്, നമ്മുടെ ആധാർ കാർഡില് ഫോട്ടോ ഐഡന്റിഫിക്കേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു, അതായത് ഫോട്ടോ ഡിറ്റക്ടർ വന്നിരിക്കുന്നു. അതായത് ഇനി മുതൽ നമ്മുടെ ഈ ആധാർ കാർഡ് എന്ന് വെച്ചാൽ അതിനകത്ത് വലിയ ആൾമാറാട്ടം നടത്താൻ കഴിയില്ല. മുമ്പൊക്കെ നമ്മുടെ ഫോട്ടോയും മറ്റുമൊക്കെ വെട്ടി ഒട്ടിച്ചുകൊണ്ടോ അതിന്റെ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ടൊക്കെ പോകാൻ കഴിയുമെങ്കിൽ ഇപ്പൊ അത് നടക്കില്ല. കാരണം നമ്മുടെ ആധാർ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്യും. നമ്മുടെ ഫേസും ഈ ആധാർ കാർഡും ഒന്നാണെങ്കിൽ മാത്രമാണ് ഇനി മറ്റ് ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുക. നമ്മുടെ കൈവിരലുകൾ ഏതാണ്ടൊക്കെ റേഷൻ കാർഡ് വന്നപ്പോൾ തന്നെ തമ്പ് ഇംപ്രഷൻ ഒരു വീട്ടിലുള്ള എല്ലാവരുടെയും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ബഹുഭൂരിപക്ഷം. ഇപ്പൊ ഏതാണ്ട് 15 കോടി പേരുടെ ഫേസിന്റെ ഇത് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതായത് നമ്മൾ ഓരോ ആവശ്യത്തിന് ചെല്ലുമ്പോഴായിരിക്കും ഇനി നമുക്ക് ഫേസ് ഡിറ്റക്ഷൻ വരുന്നത്. ഇപ്പൊ എല്ലാത്തിനും അതായി കഴിഞ്ഞിരിക്കുന്നു, നമ്മൾ തന്നെ ആണോ എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ വ്യാജ നമ്പറിൽ ഈ മൊബൈൽ നമ്പറൊക്കെ നമുക്കിപ്പം വേറെ ആരുടെയും പേരിൽ എടുക്കാൻ കഴിയില്ല. കാരണം ഇത് ഓൾറെഡി മൊബൈൽ കമ്പനികൾ ഒക്കെ തന്നെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിപ്പോ ആധാർ കാർഡിൽ വരുന്നു. ഇനി എല്ലാം കൂടെ ചേർത്ത് ഒരു കാർഡിന്റെ ഉള്ള പണിപ്പുരയിലാണ് ഇപ്പൊ നമ്മൾ ആധാർ, ഇലക്ഷൻ ID, ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം വിദേശ രാജ്യങ്ങളൊക്കെ ആ രീതിയിലാണ്. അപ്പം ബീഹാറിൽ ഒരു ചെറിയ ശുദ്ധീകരണം നടത്തിയപ്പോൾ തന്നെ ഇത് വോട്ടേഴ്സ് ലിസ്റ്റ് ചെയ്ത് പുറത്തു പോയുള്ള കാര്യമാണ് ധനുഷ് ഈ പറയുന്നത്. ഈ പറയുന്ന അല്ലാതെ അവിടുത്തെ മുഴുവൻ കുടിയേറ്റക്കാരുടെ എണ്ണമല്ല ഞാൻ ഈ പറഞ്ഞത്. അവിടുത്തെ ടോട്ടൽ ജനസംഖ്യ 12.5 കോടി പേരാണ് ബീഹാറില്. അതിൽ വോട്ടുള്ളവര് 7.5 കോടി പേരാണ്. ആ വോട്ടുള്ളവരുടെ ലിസ്റ്റ് ശുദ്ധീകരിച്ചപ്പോഴാണ് 50 ലക്ഷം പേര് പോയത്. ബാക്കി 7.5 കഴിഞ്ഞിട്ട് ബാക്കി എത്ര പേരോടുണ്ട് ഇനി അവിടെ? ഏതാണ്ട് ഒരു 5 കോടി പേരോടുണ്ട്. ഈ 5 കോടി പേരെ കൂടെ ഫിൽട്ടർ ചെയ്യാമെങ്കിൽ വീണ്ടും ഒരു 50-60 ലക്ഷം പേരെ കൂടെ കിട്ടും. ഈ വോട്ടൊന്നും ഇല്ലാതെ തങ്ങി തടഞ്ഞു നിൽക്കുന്നവരുണ്ടല്ലോ, ഒന്നുമില്ലാതെ, വോട്ടുമില്ല, ഒന്നുമില്ല, ചിലപ്പോൾ വ്യാജ ആധാർ കാർഡും എല്ലാം കാണും, റേഷൻ കാർഡൊക്കെ കാണും, വോട്ടേഴ്സ് ലിസ്റ്റ് ഒന്നുമില്ല. ഇതിനകത്ത് വളരെ രസകരമായ കാര്യം, ഈ ഫോം കൊടുത്തിട്ട് തിരിച്ചു വന്നില്ല. അത് 26 ലക്ഷം പേരുണ്ട് ഫോം കൊടുത്തിട്ട് തിരിച്ചു വരാനുണ്ട്. അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർക്ക് പലയിടത്തുമുണ്ട്, പല സ്ഥലങ്ങളായിട്ട് ഇവർ മാറി താമസിച്ചിരിക്കും. അല്ല, ഇതില് നമുക്കൊരു സൊല്യൂഷൻ വേണമല്ലോ. ഇപ്പൊ ആസാമിലൊക്കെ ആണെങ്കിൽ ബിജുചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പൊ തദ്ദേശീയ മുസ്ലിംസ്, അവിടെയുള്ള മിയ മുസ്ലിംസിനെയൊക്കെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ട്. ഈ മത്സ്യ കച്ചവടക്കാരാണെന്ന് തോന്നുന്നു എനിക്ക്. അവിടെ വന്ന് കുടിയേറ്റം നടത്തി അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള മുസ്ലിംസിന്റെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നത്. ഇപ്പോ എന്താ നമുക്കിതിനൊരു പരിഹാരം? ഇപ്പൊ നമ്മൾ കണ്ടെത്തി ഇത്ര പേര് കുടിയേറ്റക്കാരാണ്, ഇത്ര പേര് ഇന്ന ആൾക്കാരാണ്, ഇത്ര പേര് വോട്ടർ ലിസ്റ്റിന് പുറത്ത് നിൽക്കുന്നവരാണ്, ഇവർ അനധികൃതമായി നമ്മുടെ നാട്ടിൽ വന്നവരാണ്. അപ്പൊ പറയുന്ന അനുസരിച്ച് കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ പറയാം ഇവരെ നമുക്ക് നാട് കടത്തണം. പക്ഷേ എങ്ങോട്ട് നാട് കടത്തും? ബംഗ്ലാദേശ് അവരെ സ്വീകരിക്കില്ല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വേറെ ഏത് രാജ്യത്തും ഇപ്പം ട്രംപിനെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം മറ്റേ ജോസ് പ്രകാശിനെ പോലെ മുതലാക്കുളമുള്ള ഒരു ദ്വീപിലോട്ടൊന്നും ഒന്നും പറഞ്ഞു വിടാനായിട്ട് പറ്റത്തില്ല. ഇടയ്ക്കൊരു റിപ്പോർട്ട് വന്നിരുന്നു, ആൻഡമാനിലോട്ട് വരെ കൊണ്ടുപോകുന്നുണ്ട്, കൊണ്ടുപോയിട്ട് അവരെ കടലിലെറിയുന്നുണ്ടെന്ന്. അത് സുപ്രീം കോടതിയിലോട്ടാണ് ഒരു ഹർജിക്കാരൻ ഹർജി കൊണ്ടുപോയത്. സുപ്രീം കോടതി കണ്ടമഴ ഓടിച്ചു. സുപ്രീം കോടതി പറഞ്ഞു നീ കണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല കണ്ടില്ല, എനിക്ക് തെളിവുമായിട്ട് വരാൻ പറഞ്ഞു. അതുവരെ നിനക്ക് പിഴയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അയാൾ ഓടിച്ചിരിക്കുകയാണ്. നമുക്ക് ഇത്രയും പേര് നമ്മുടെ നാട്ടിലുണ്ട്. സ്വാഭാവികമായിട്ട് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? ഈ അമേരിക്ക പണ്ട് ചെയ്ത ഒരു കാര്യം ബിജുചേട്ടൻ പറഞ്ഞല്ലേ, ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ജർമ്മനിയിലെ എയർപോർട്ടിൽ കൊണ്ടിറക്കിയിട്ട് നിങ്ങൾ അവിടെ കിടക്ക്, നമ്മളെ സ്വീകരിച്ചോളാന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ, കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവർ അവിടെ കിടന്ന് പ്രസവിച്ച്, ജർമ്മനിയുടെ നിയമം അനുസരിച്ച് ജർമ്മനിയിൽ വന്ന് ഒരാൾ പ്രസവിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പൗരനാണ്. അങ്ങനത്തെ അവിടെ പൗരത്വം കിട്ടി അവിടെ കയറിയപ്പോൾ ചളകുളമാക്കിക്കൊണ്ടിരിക്കുക. സമാനമായിട്ടുള്ള രീതിയിൽ സമയം ഇങ്ങനെ ഒരുപാട് നീണ്ടുപോവുകയാണ്. അപ്പോൾ എന്താണ് നമുക്കത് ചെയ്യുക? ഇവരെങ്ങനെയാണ് വന്നത് എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട് കേട്ടോ. കാരണം ഈ ആസാമിലൊക്കെ അവിടെ MLA മാരും ഈ ആൾക്കാരൊക്കെ അതിനകത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഭരിച്ചിരുന്ന സർക്കാരുകളൊക്കെ എന്തോ ചെയ്യുമായിരുന്നു എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഇത്രയധികം ഇവന്മാർ വന്ന് കയറിയത്. പക്ഷെ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമോ? ഉത്തരം സിമ്പിൾ ആണ്. ഇപ്പൊ ധനുഷ് ഈ നാട്ടിലെ പൗരനല്ലെങ്കിൽ ധനുഷ് റഡാറിലാണ്. ധനുഷിന് ഈ നാട്ടിൽ ജീവിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ധനുഷിന് നാളെ മെഡിക്കൽ കോളേജിൽ പോകണമെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും. PFP എല്ലാവരും കൊടുക്കുന്ന പൈസ കൊടുക്കേണ്ടി വരും. പക്ഷെ 12 കോടി എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ സംഖ്യയല്ല. നമ്മൾ റഡാറിലാക്കിയാലും അങ്ങനല്ല
അങ്ങനല്ല. ഈ ഇതിനകത്ത് സിമ്പിൾ ഞാനൊരു കാര്യം പറയാം. എന്തുകൊണ്ടാണ് ഉം. ഇത്രയും ജനം ഈ രാജ്യത്ത് നിൽക്കുന്നത്? ഈ രാജ്യത്തിന്റെ ആനുകൂല്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഈ വന്നിരിക്കുന്ന അതെ, അതെ. 12 കോടി പേരെന്ന് വെച്ചാൽ ടോട്ടൽ ജനസംഖ്യയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ബീഹാറിന്റെ. ഉം, ഉം, അവരുടെ ഉം, വോട്ടേഴ്സ് 7.5 പുറത്താക്കിയത് 50 ലക്ഷം. ഉം, ഉം. അതായത് ഇതിന്റെ സിമ്പിൾ കാര്യമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതായത് നമ്മളുടെ ഈ നാട്ടിൽ അവർ നിൽക്കുന്നതിന്റെ പ്രധാന കാരണം, ഈ വന്നവരാരും പണക്കാരോ ബിസിനസ്സുകാരോ അല്ല. ഈ ഇവിടെ വന്നു കയറിയിട്ട് ഇവിടുത്തെ സാധാരണപ്പെട്ട നമ്മുടെ നാട്ടിലുമൊക്കെ ഈ ബയ്യാമാർ എന്ന നിലയിൽ കൂലിപ്പണിയും മറ്റും ചെയ്യുന്നവരാണ് ഇവരുള്ളത്. ഇവരെന്തുകൊണ്ട് ഈ നാട്ടിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നാട്ടിൽ അവരുടെ നാട്ടിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിത സൗകര്യമുണ്ട്. ആ അസുഖം വന്നാൽ ഉം. മെഡിക്കൽ കോളേജ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വ്യാജമായ കാർഡുകൾ റെഡിയാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഇൻഷുറൻസ് കിട്ടും. പിന്നെ റേഷൻ കാർഡ് ഒപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല. ഇപ്പൊ കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിൽ പോലും അങ്ങനെ ഒപ്പിക്കുന്നു. അങ്ങനെ ഒപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് റേഷൻ കിട്ടും. ഭക്ഷണവും മരുന്നും കിടക്കാൻ ഒരു ഇടവും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താണ് നോക്കേണ്ടത്? അല്ലാതെ ഇവിടുന്ന് കോടിക്കണക്കിന് രൂപ അവന്റെ അവിടെ മണിമാളിക പണിയണമെന്ന് ആഗ്രഹമില്ല. ഇവന് കാറും മറ്റു ഇവിടെ പക്ഷെ ഈ കോൺട്രാക്ടർമാരായിട്ടുള്ള ജനവിഭാഗത്തിന്റെ പയ്യന്മാരുണ്ട്. ഒരു സ്വഭാവം അങ്ങനെയല്ലല്ലോ ബിജു ചേട്ടാ. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഈ റോഹിംഗ്യൻസ് ഈ വെസ്റ്റ് ബംഗാൾ വന്നിട്ട് അവിടെയുള്ള അതിർത്തിയിൽ 6 ജില്ലകൾ കൈയടക്കി വലിയൊരു ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ്. ഒരാളാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ 10 പേര് ചേരുമ്പോൾ ഈ മോബിനൊരു സൈക്കോളജി ഉണ്ട്. കാരണം 10 പേര് ചേരുമ്പോൾ അവർക്ക് അവർക്ക് ചില കാര്യങ്ങളൊക്കെ തോന്നും, ഇത് ഞങ്ങളുടെ നാടാണ്, ഞങ്ങൾക്ക് അവകാശങ്ങളില്ലേ, എന്തുകൊണ്ട് തെരുവിലിറങ്ങിക്കൂടാ, അങ്ങനെയൊക്കെ ചില ഈ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ ഉണ്ടല്ലോ. ഇപ്പൊ ബിജുചേട്ടൻ പറഞ്ഞില്ലേ, കഴിക്കാൻ ഭക്ഷണം, കുടിക്കാൻ വെള്ളം, കിടക്കാൻ പാർപ്പിടം, ഇതുണ്ടെങ്കിൽ എന്താണ്, അതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ അവന് അടുത്ത ചിന്ത വരും. അതാണ് എന്റെ ചോദ്യം. അല്ല, ഞാൻ പറഞ്ഞത് അത് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തന്നെ ഇവന്റെ എല്ലാ പവറും തീർന്നു. ഇനി ധനുഷ് ചോദ്യത്തിലേക്ക് വരാം. ഇവർ ഇവിടെ ഉം. കിടന്നിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാകും. ഇനി അവർക്ക് പ്രശ്നം ഉണ്ടാക്കാനുള്ള വോയിസ് കുറഞ്ഞു. അതായത് ഇപ്പോഴും ഇവർ നമ്മുടെ ഇടയിലെ ഒരാളായിട്ടാണ് നിൽക്കുന്നത്. ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, സംഘടനകളുണ്ട്, ഉം. എല്ലാവരും ഉണ്ട്. നമ്മുടെ പൗരന്മാരെ പോലീസ് പീഡിപ്പിക്കുന്നു, നമ്മുടെ പൗരന്മാർക്കെതിരെ കേസ് കൊടുക്കും. ഇത് പൗരന്മാരല്ലെങ്കിൽ വഴിയെ കൂടെ പോകുന്നവന് തലക്ക് തട്ടിയിട്ട് പോകാമല്ലോ, കുഴപ്പമില്ലല്ലോ. അവൻ പിന്നെ നെകളിക്കത്തില്ലല്ലോ. ഇനിയിപ്പം ഈ അനധികൃത കുടിയേറ്റക്കാർ സമരം ചെയ്താൽ എന്തു, ജനം അവരെ നേരിടേണ്ട അവസ്ഥ വരും. അപ്പൊ എന്ത് പറ്റും? അവർക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി വേണമെങ്കിൽ ജീവിക്കാൻ പറ്റും. എങ്ങനെങ്കിലും കിട്ടും. അത് പണിയെടുക്കുന്ന പൈസയ്ക്ക് ചെലവഴിച്ച് ജീവിക്കാൻ എത്ര നാൾ പറ്റും? സ്വാഭാവികമായി തന്നെ വന്ന വഴി തന്നെ ഇവര് പലരും തിരിച്ചു പോകാൻ തുടങ്ങും, പലായനം ചെയ്യാൻ തന്നെ തുടങ്ങും. കാരണം അല്ലാതെ ഉം. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഇവര് സത്യത്തിൽ ഇവരെയൊക്കെ ആരാ പ്രൊട്ടക്ട് ചെയ്യുന്നത്? പൊളിറ്റീഷ്യൻസ് ആണ്, രാഷ്ട്രീയ പാർട്ടികളും അതെ, രാഷ്ട്രീയ നേതാക്കളും അല്ലേ ഇത് ചെയ്യുന്നത്. വോട്ടില്ലെങ്കിൽ പിന്നെ ഇവര് പിന്തുണയ്ക്കുവോ? ഇപ്പൊ എനിക്ക് എന്റെ വാർഡിൽ കറക്റ്റ്. വോട്ടില്ലെങ്കിൽ എന്നെ കാണാൻ ഒരു നേതാവും വരത്തില്ല, കൈപോലും പൊക്കി കാണിക്കത്തില്ല. എനിക്ക് വോട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ചിരിക്കുന്നതും വരുന്നതും ഒക്കെ, അല്ലേ? നമുക്ക് വാല്യൂ ഇല്ല. എന്തുകൊണ്ടാണ് ഈ മമതാ ബാനർജി തെരുവിലിറങ്ങിയത്? ഇത്രയും വോട്ടർമാർ പോയി കഴിഞ്ഞാൽ മമതാ ബാനർജി ചീറ്റി. ഇനി വോട്ടർമാരെല്ലാം പോയി കഴിഞ്ഞാൽ മമതാ ബാനർജി പിന്നെ അവരെ നോക്കുവോ? ഇല്ല. ഇനി നാളെ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? വിദേശീയ വിരുദ്ധം വന്ന് ഞങ്ങളുടെ രാജ്യത്ത് പണി നടത്തുന്നു ചോദിക്കും, അല്ലേ? അപ്പൊ ഇവിടെ അതെ. അവരുടെ ജീവിതം എന്തായിരിക്കും പിന്നെ? വളരെ വളരെ ദുഷ്കരമായ ഒരു ജീവിതത്തിലേക്കാണ് പിന്നെ അവർ പോകുന്നത്. വേണമെങ്കിൽ അവർക്ക് ഇവിടെ ജോലി ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയും. ഉം. പിന്നെ അവർ ഏതെങ്കിലും ഇപ്പൊ കാണിക്കുന്ന തണ്ടും തടിയും ഒക്കെ കാണിക്കുന്ന അവർ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ബലത്തിലാണ് കാണിക്കുന്നത്. അത് കാണിക്കാൻ കഴിയില്ല. ഈ രാജ്യത്തെ ഏത് പൗരനും അവർക്ക് നേരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ കൈവെക്കാനോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ആകും. അപ്പോൾ പിന്നെ അവരുടെ ജീവിതം ദുഷ്കരമാകും. ഒരു ദിവസം 1000 രൂപ കിട്ടുന്നവൻ മരുന്നിന് പൈസ കൊടുക്കേണ്ടി വരും. അവന്റെ ഉം. റേഷൻ ഇല്ലാതെ വരുമ്പോൾ അവൻ അരി പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും. അപ്പൊ അവന്റെ ജീവിത ചെലവ് കൂടും. സ്വാഭാവികമല്ലേ അത്? അപ്പൊ പിന്നെ അവൻ അടുത്ത ഓപ്ഷൻ അപ്പൊ നോക്കുന്നത് അവൻ കുറെ അവന്റെ സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. ഹ്യൂമാനിറ്റേറിയൻസ് ഇറങ്ങും, മനുഷ്യാവകാശം പറഞ്ഞുകൊണ്ട് കുറെ നടക്കും. ഹ്യൂമാനിറ്റേറിയൻസിന് ഒന്നും അല്ല, മനുഷ്യാവകാശ സംഘടനകൾക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല. അതൊക്കെ പണ്ടേ മോദി കൂട്ടിക്കെട്ടിയായിരുന്നു. ഉം. 2014 കയറി കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ തവണ തന്നെ 15,000 NGO കൂട്ടിക്കെട്ടി. ഇപ്പൊ എന്താ ആരും പറയുന്നില്ലല്ലോ. ഈ രാജ്യത്ത് ഞാൻ പലപ്പോഴും അല്ലേ, എന്താണ് ഈ NGOകൾക്ക് എന്ത് സംഭവിച്ചു? കാരണം ഒരുപാട് ഉം. പദ്ധതികൾ വരുന്നു, ആരും കൊടി പിടിക്കുന്നില്ല, സമരം ചെയ്യുന്നില്ല. നമ്മുടെ കേരളത്തിലൊക്കെ എന്തായിരുന്നു സംഭവം? മനുഷ്യാവകാശക്കാരുടെ കുത്തൊഴുക്കായിരുന്നു ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞു. ഇപ്പൊ ഒരുത്തന്നെ മഷിട്ടൊക്കെ കാണുന്നില്ല. കാരണം എന്താ പറയാ, പലരും ഇപ്പൊ അകത്താണ്. പല ഉം. NGOകളുടെ തലപ്പത്തുള്ളവര് പലരും ഫണ്ടില്ല, പുറത്തുനിന്നുള്ള ഫണ്ട് നിന്ന് കഴിഞ്ഞപ്പോ, ഈ ആമാശയമാണല്ലോ ആശയം. അപ്പൊ ഫണ്ടില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ പരിപാടി നിർത്തി പോകുന്നു. അതൊന്നും ഇനി ഒരു കാലത്തും ഇന്ത്യ തലപൊക്കത്തില്ല. മനുഷ്യാവകാശവും ഇല്ല. ഇത് കാരണം ഇങ്ങനെയുള്ള ഓക്കെ. NGOകളെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന വിദേശത്ത് നിന്നുള്ള ഭീകരവാദ സംഘടനകളും വിദേശികളായ സംഘടനകളും അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയെ തകർക്കുക, ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്ക് തകർക്കുക. അതിനു വേണ്ടിയിട്ടാണ് NGOകളെ നമ്മൾ കണ്ടതാണ്. കൂടംകുളത്തെ സമരം അന്ന് ജയലളിത നട്ടെല്ല് ഉയർത്തി നിന്നുകൊണ്ട് നടന്നു, വിഴിഞ്ഞത്ത് നടന്നു. അതിനെ ഈ പിണറായി സർക്കാരാണ് അത് നട്ടെല്ല് ഉയർത്തി നിന്ന് തടഞ്ഞത്. ഒപ്പം തന്നെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ് സൈലന്റ് വാലിയല്ല, സോറി, അതിരപ്പള്ളിയിൽ ഒരു ചെറുകിട ജലവൈദ്യുത പദ്ധതി. വൈദ്യുതിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംസ്ഥാനമാണിത്.
ഇന്നും ആ പദ്ധതിക്ക് മുൻപോട്ട് പോകാൻ ഒരു ഇഞ്ച് കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോ നമ്മൾ മറ്റ് വഴികളാണ് ഇപ്പൊ നോക്കുന്നത്, നമ്മൾ സോളാറിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു. അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞു, ഇന്നിപ്പോ നമ്മുടെ രാജ്യത്ത് ഏത് വികസനം നടത്തുന്നതിന് ആർക്കും ഇപ്പൊ എതിർപ്പില്ല. കണ്ടതാണ് നമ്മൾ നർമ്മദയില് നർമ്മദ ആന്ദോളൻ ബജാവോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മേധാ പട്കർ നടത്തിയ സമരം നമ്മൾ കണ്ടതാണ്. ഇന്ന് നർമ്മദയുടെ തീരങ്ങൾ കാണാൻ വിദേശികൾ ഒരുപാട് ഒഴുകി എത്തുന്നുണ്ട്. അവരെയൊക്കെ സ്വസ്ഥമായിട്ട് മാറ്റി, അവരെയൊന്നും കൊന്നൊടുക്കിയില്ല, അടിച്ചൊതുക്കിയില്ല, അവർക്ക് വേണ്ട ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും നമ്മൾ ക്ലിയർ ചെയ്ത് ഇനി അങ്ങനത്തെ ഒരു പ്രക്ഷോഭമൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഈ 50 ലക്ഷം പേര്, ഈ 52.3 ലക്ഷം പേര് പുറത്താകുമ്പോൾ ഇവര് അകത്ത് കയറ്റണം എന്ന് പറഞ്ഞ് ഏത് രാഷ്ട്രീയ പാർട്ടി വരും? രാഹുൽ ഗാന്ധി വരുമോ? എന്റെ ചോദ്യം എന്താണ്, വരുമോ? ഇനി ഇവരുടെ പിന്നാലെ ഇവർക്ക് എന്തെങ്കിലും ഇവർക്കൊരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർ പോവോ പോലീസ് സ്റ്റേഷനിൽ കയറാനോ, ഇല്ലെങ്കിൽ പിന്നെ ഇവർക്ക് എന്തെങ്കിലും ആനുകൂല്യം മേടിച്ചു കൊടുക്കാനായിട്ട്? ഇല്ല. ഇനി ഇവരുടെ ഹൗസ് ഓണർ എന്ത് പറയാം? ആദ്യം ഇറങ്ങിക്കൊള്ളാൻ പറയും. കാരണം ഹൗസ് ഓണറാണ് ആദ്യം. അതിന് വേണ്ടി ഒരു നിയമം ആദ്യം തന്നെ അമിത്ഷാ കൊണ്ടുവന്നിരുന്നു. വാർത്ത കൊടുത്തത് പൂർണ്ണമായി യവന്മാരെ എല്ലാ സൈഡിൽ നിന്നും പൂട്ടി. അത്രേ ഉള്ളൂ. ഇനി നമ്മൾ 2 മാസം മുമ്പ് ഒരു വാർത്ത കൊടുത്തു. നമ്മുടെ പ്രേക്ഷകർ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഭാരത് ന്യായ സംഹിതയിൽ പുതിയൊരു ഓപ്ഷൻ കൂടെ വന്നു. അതായത് ഈ കുടിയേറ്റക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവർക്ക് യാത്ര ചെയ്യാനുള്ള വണ്ടി കൊടുത്താൽ പോലും ആ വണ്ടി പിടിച്ചിടാൻ പറ്റും, വണ്ടി തിരിച്ചു കൊടുക്കില്ല. ഈ കൊണ്ടുവന്നവനും പാർപ്പിച്ചവനും 5 വർഷം വരെ തടവാണ്, 5 ലക്ഷം രൂപ പിഴയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്ത് പറ്റും? അവൻ പിന്നെ ഈ പണിക്ക് നിൽക്കുവോ? ഈ വരുന്നവനെ ഒരു അഡ്രസ്സും ഇല്ലാത്തത്. അപ്പം ആധാർ കാർഡ് അല്ല എന്നുള്ള കാര്യം ഇപ്പൊ എല്ലായിടത്തും വ്യക്തമായി. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും പേര് പുറത്താകുമ്പോൾ എല്ലാവരും കുടിയേറ്റക്കാരല്ല ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. അത് അതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ പ്രേക്ഷകർക്ക് തെറ്റിദ്ധാരണ വരരുത്. ഈ പറയുന്ന 52.3 ലക്ഷം പേര് എന്നുള്ളതിനകത്ത് ഏതാണ്ട് 26 ലക്ഷം പേര് വിവിധ മണ്ഡലങ്ങളിലോട്ടുള്ളവരാണ്. 18 ലക്ഷം പേര് മരിച്ചു പോയവരുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെയാണ് നമ്മൾ റോഹിംഗ്യകളും ബംഗ്ലാദേശിലുണ്ട്. അതിനകത്ത് ഇപ്പോഴത്തെ കണക്കിൽ വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ലാസ്റ്റ് കണക്ക് വരുന്നത് സെപ്റ്റംബർ 30-നാണ് ഇത് ഫൈനലൈസ്ഡ് വരുന്നത്. അങ്ങനെ ചിന്തിക്കണം. അല്ലാതെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. ഇത്രയും പേരും കുടിയേറ്റക്കാരാണോ എന്ന് തെറ്റിദ്ധരിക്കരുത്. കുറച്ചേ ഉള്ളൂ. പക്ഷെ ബംഗാളിൽ അവരുടെ സംഖ്യ 2 കോടിയൊക്കെ വരും എന്ന് അവിടുത്തെ ചില രാഷ്ട്രീയക്കാർ പറയും. നമുക്കറിയില്ല. അതിന്റെ ഒരു കണക്കെടുപ്പ് വന്നാൽ മാത്രമേ അറിയൂ. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ കാര്യങ്ങൾ. ക്ലിയർ ആയി, വളരെ ക്ലിയർ ആയി. അതായത് ഒരു തുള്ളി ചോര പോലും പൊടിയാതെ യവന്മാരെ സമ്പൂർണ്ണമായിട്ട് എല്ലാ മേഖലയിൽ നിന്നും പൂട്ടിക്കെട്ടി എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇവരെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു. പക്ഷെ അത് ഈ ഉത്തരം വളരെ ക്ലിയർ ആണ്. അതായത് ഇവരെ നമ്മൾ ഈ ഇതിൽ നിന്നും ഇവര് നമ്മുടെ പൗരന്മാരല്ല എന്ന് പ്രഖ്യാപിക്കുകയും ഇവിടെ തുടരാൻ അനുവദിക്കുകയും ചെയ്താൽ ഇവർക്ക് ഇൻഷുറൻസ് കിട്ടില്ല, റേഷൻ കിട്ടില്ല, ഇവർക്ക് ഇവിടെയുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല. സ്വാഭാവികമായിട്ടും ആനുകൂല്യങ്ങൾ കിട്ടാതാവുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർക്ക് റേഷൻ പോലും കിട്ടാതാകുമ്പോൾ ഇവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു അസ്വസ്ഥത ഉണ്ടാകും. പ്രത്യേകിച്ച് മമതാ ബാനർജി അവിടെ എനിക്കുണ്ടായിരുന്ന ഡൗട്ട്, ഇത്രയും 6 ജില്ലകളിൽ യവന്മാരെ തിങ്ങിപ്പാർത്ത് മമതാ ബാനർജി അവരെ പോറ്റുമ്പോൾ ഈ 6 ജില്ലകളിലുള്ള യവന്മാരെ കംപ്ലീറ്റ് ഈ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തിട്ട് കഴിഞ്ഞാൽ മമതാ ബാനർജിക്ക് പിന്നെ യവന്മാരെ വേണ്ട. മമതാ ബാനർജി പിന്നെ യവന്മാരെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അപ്പോൾ എല്ലാ സൈഡിൽ നിന്നും ഇതാണ് ഒരു തുള്ളി ചോര പോലും പൊടിയാതെയുള്ള ഒരു മാസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എന്തായാലും ഗംഭീരം. താങ്ക് യു വിജയേട്ടാ.